സൂറത്തുൽ ഇഖ്ലാസിനെ കുറിച്ച് അറിയാത്തവരോ മനസ്സിലാക്കാത്തവരോ ആയിട്ട് ആരും ഉണ്ടാകില്ല. എല്ലാ ദിവസവും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാത്തവരും ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശുദ്ധ ഖുർആനിൻ്റെ 1/3 ഭാഗമായിട്ടാണ് അതിനെ പരിചയപ്പെടുത്തിയത്. സൂറത്തുൽ ഇഖ്ലാസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ഇഷ്ടം നിന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വഹാബി വര്യനോട് പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ സൂറത്തുൽ ഇഖ്ലാസ് സുബ്ഹ് നിസ്കാരത്തിന് ശേഷം ധാരാളം ഓതുന്ന ആരെങ്കിലും ഉണ്ടോ, വലിയ നേട്ടമാണ് അവന് ലഭിക്കുന്നത്. അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്ത് ജീവിക്കുന്ന സിദ്ദീഖീങ്ങൾ എന്ന് പറയുന്ന ഉന്നതമായ സ്ഥാനത്ത് വിരാജിക്കുന്ന ആളുകളുണ്ട്. അവരോടൊപ്പം ചേരാനുള്ള വലിയ തൗഫീഖ് ലഭിക്കും. അതിനെന്താണ് ചെയ്യേണ്ടത്? സൂറത്തുൽ ഇഖ്ലാസ് വളരെ ലളിതമായ സൂറത്ത്, അള്ളാഹുവിൻ്റെ ഏകത്വത്തിനെ, വഹദാനിയത്തിനെ കൃത്യമായി വിശദീകരിക്കുന്ന ഈ സൂറത്ത് ആത്മാർത്ഥമായിട്ട് സുബ്ഹയ്ക്ക് ശേഷം ധാരാളം തവണ ഓതുക എന്നുള്ളതാണ്. അത് 100 തവണയൊക്കെ ഓതിക്കഴിഞ്ഞാൽ ഈ സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കുമെന്ന് സ്വാലിഹീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും ചെയ്യാത്ത, അള്ളാഹുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച സിദ്ദീഖീങ്ങളുടെ കൂടെ നമുക്ക് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ കാരണമാകുന്നതാണ്. സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ ഓതിയാൽ വിശുദ്ധ ഖുർആൻ മുഴുവനും പാരായണം ചെയ്തതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നത് കൊണ്ടാണ് നമ്മൾ മരണപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യുമ്പോൾ ഫാത്തിഹ ഓതിയിട്ട് എല്ലാ സൂറത്തും ഓരോ തവണ ഓതുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ ഓതുന്നത് അത്രയും ഉത്തരം ലഭിക്കും. അത് കാരണം സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ ഓതുമ്പോൾ വിശുദ്ധ ഖുർആൻ മുഴുവനും പാരായണം ചെയ്ത പ്രതിഫലം ലഭിക്കുന്നു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ദുആ ചെയ്ത, ഖത്മുൽ ഖുർആൻ ചെയ്ത് ദുആ ചെയ്താൽ ദുആക്ക് ഇജാബത്ത് കിട്ടുന്നു. അതിൻ്റെ പ്രതിഫലം ലഭിക്കും 3 സൂറത്ത് ഓതുമ്പോൾ, സൂറത്തുൽ ഇഖ്ലാസ് ഓതുമ്പോൾ. അപ്പോൾ അത് ദുആക്ക് ഇജാബത്ത് കിട്ടാൻ കാരണമാകുന്നുള്ളതാണ്. ഇതിൽ നമ്മൾ സൂറത്തുൽ ഇഖ്ലാസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മുമ്പ് വിശദീകരിച്ചപ്പോഴൊക്കെ സൂറത്തുൽ ഇഖ്ലാസ് ഇഷ്ടപ്പെടുന്നു ഞാൻ എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ താഴെ എഴുതി അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്നേഹമൊക്കെ നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കും. എനിക്കും ഇഷ്ടമാണ് സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് ഇഷ്ടമുള്ളവരൊക്കെ കാണാതെ പഠിക്കുക എന്ന് മാത്രമല്ല, കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് കാണാതെ അറിയാം. തെറ്റുകൂടാതെ കാണാതെ ഓതാൻ വേണ്ടി പഠിക്കുക, അത് ജീവിതത്തിലേക്ക് പകർത്തുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.